ഗൈസ് അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി. ഒരാൾക്ക് വരുന്നത് 145 രൂപയാണ് ഒരാൾക്ക് വന്നത്. ഇപ്പൊ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചിട്ട് 11:40 ട്രെയിൻ. മച്ചന്മാരെ, അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത് ആഗ്രയിലാണ്. ഇന്നലെ ജമ്മു താവി തിരിച്ചെത്തി. ജമ്മു താവിൽ നിന്ന് തിരിച്ചു വരുന്ന ട്രെയിൻ നല്ല രീതിയിൽ റഷ് ചെയ്യുന്നു. വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് വേറെ കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഗ്രക്കണ്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ആരും ഉള്ളിൽ നിന്ന് ടാക്സി എടുക്കരുത്. പുറത്ത് വന്നതിന് ശേഷം ടാക്സി എടുക്കുക. കാരണം ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ടൂറിസ്റ്റിന് വേറെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതും ഇതൊക്കെ ആയിട്ട് മേടിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം പുറത്ത് വന്നിട്ട് ടാക്സി എടുക്കുക. അതാകുമ്പോൾ ഒരാൾക്കൊരു 20 രൂപ 10 രൂപയ്ക്കുള്ളിലൊക്കെ താജ്മഹലും ആഗ്ര ഫോർട്ടും പിന്നെ റൂമിലേക്ക് പോകേണ്ടവർക്ക് റൂമിലേക്ക് പോകാനും പറ്റും. ഇപ്പോൾ ഉള്ളത് ആഗ്ര ഫോർട്ടാണ്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 7 മണിയായി. നമ്മൾ നേരത്തെ വന്നേക്കാണ്. ഉള്ളിൽ കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ അവിടുത്തെ ടിക്കറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 50 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. എന്തായാലും ഉള്ളിലേക്ക് പോകാം. ഗൈസ്, ആഗ്ര ഫോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആഗ്രയിൽ നിന്ന് താജ്മഹലിലേക്കുള്ള വ്യൂ ആണ്. ആഗ്ര ഫോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആഗ്ര ഫോർട്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അടിപൊളി വ്യൂ ആണ്. മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഓ ഷാറുഖ് ഖാൻ സാധനം തിന്നാൻ കൊടുത്ത ആള് കയ്യിൽ പേടില്ലല്ലോ. ഡയറക്ഷനിൽ കാട്ട്. കൈ വെച്ചെടുക്കുന്നത് നമുക്ക് പേടിയാ അടിയാ. എന്റെ കയ്യിലെടുത്തു. അപ്പം കണ്ടോ പറയ് ബൈ പറയ് പറയ് 10 20 സഞ്ജു സബ്ജൻ മൈ ഫ്രണ്ട്. ആ ഓക്കെ 5 രൂപ 10 രൂപ 20 രൂപ 40 രൂപ 50 രൂപ 100 രൂപ 1000 രൂപ 1000 രൂപ ദോശ ആയിവാ കൊച്ചി ആയിവാ ചൂണ്ടേ. മച്ചന്മാരെ, അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ആഗ്രയിലെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ താജ്മഹലാണ്. കാലത്ത് ഒരു 7 മണിയാണ്. അപ്പോൾ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെങ്ങായി ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ടിക്കറ്റിന് ഒരാൾക്ക് വരുന്നത് 50 രൂപയാണ്. പിന്നെ അതിൻ്റെ മോളിലേക്ക് പറഞ്ഞ് 200 രൂപയാണ് വരുന്നത്. അപ്പോഴേ തന്നെ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ച ടൈമിലൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തരാം.
ഗൈസ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിന്റെ മുകളിലേക്ക് കയറണമെങ്കിൽ, അതായത് അങ്ങോട്ട് കയറണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. അത് നമുക്ക് താജ്മഹലിന്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഇവിടെ നിന്നായാലും എടുക്കാം, അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായാലും അത് ബുക്ക് ചെയ്യാൻ പറ്റും. 200 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. ഇവിടെ ആയിട്ട് അതിൻ്റെ ചെക്കിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കാലുമിടാനുള്ളൊരു സാധനം കിട്ടും. അത് ഇതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ മാത്രം അത് മേടിക്കുക. പുറത്തുനിന്ന് ആൾക്കാർ നമ്മളോട് അത് കമ്പൽസറി ആണെന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എൻ്റർ ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇതിൻ്റെ ടോപ്പിക്ക് കയറുന്നുണ്ടെങ്കിൽ മാത്രം അത് മേടിക്കുക. എന്തായാലും നമ്മൾ താജ്മഹലൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിക്കാൻ നിൽക്കുകയാണ്. ട്രെയിൻ വരുന്നത് ഒരു 6:25 നമ്മൾ 6:25 ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറും. അപ്പം എന്തായാലും ആശയിട്ട് മനസ്സിലായത് ഇപ്പോൾ ഗൈസ് നമ്മളെ ട്രിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കറൻ്റ് കോയമ്പത്തൂർ എത്തി. മൊത്തത്തിലൊരു 12 ദിവസത്തെ ട്രിപ്പായിരുന്നു, അതായത് കാശ്മീരും ആഗ്രഹം കൂടിയിട്ട്. വേറെ കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഫേസ് ടു ഫേസ് വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളും എനർജിയും പിന്നെ അതേപോലെ തന്നെ അതിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് ഞാൻ എന്തായാലും വരും. ബൈ.